ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. നാം എക്സസൈസ് ചെയ്യുന്നത് എന്തിനാണ്? അതെ, ശരീരത്തിന് നല്ലൊരു ഉണർവുണ്ടാവാൻ, മാത്രമല്ല നമ്മുടെ രക്തോട്ടം വളരെ നന്നായിട്ട് നടക്കുവാൻ, പിന്നെ പറ ഒരു ഉണർവുണ്ടാവാൻ അല്ലെ, ഒരു ശക്തിയും ഒക്കെ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ആരോഗ്യമൊക്കെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല നമ്മളൊന്ന് വ്യായാമം ചെയ്ത് വയർക്കുന്നത് ഒന്ന് നല്ലത് തന്നെയാണ് അല്ലേ. അതും അതിലൂടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ടതായ ഒരു ക്രമീകരണം അതിലൂടെ നടക്കുന്നു. മാത്രമല്ല ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ ആ നിലയിൽ നമുക്കൊരു ആരോഗ്യ നിലനിൽപ്പ് വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. അനേക അസുഖങ്ങൾ തന്നെ പലതും നീങ്ങിപ്പോകുന്ന കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ആത്മീയ തലത്തിൽ നമുക്ക് വ്യായാമം ആവശ്യമാണ്. ഇതുപോലെ ആത്മീയ തലത്തിൽ ഉണർവും ഉയർച്ചയും അനുഗ്രഹവും പ്രാപിക്കണമെങ്കിൽ നമുക്ക് വ്യായാമം ആവശ്യമാണ്. അതെന്താണ്? ഭജനധ്യാനവും പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ബലമായിട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കും തോറും അത് വളരെ അഭിവൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നു. ധ്യാനവും പ്രാർത്ഥനയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, കൂട്ടുകാർക്ക് ഉണ്ടാകണം. കാരണം നല്ല സ്കൂളിൽ ലഭിച്ചു, നല്ല കൂട്ടുകാരെ ലഭിച്ചു, നല്ല അധ്യാപകരെ ലഭിച്ചു, ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലാ ദിവസവും വചനധ്യാനവും പ്രാർത്ഥനയുമായിട്ട് സ്കൂളിൽ ചെന്നാൽ, അതിരാവിലെ അങ്ങനെ ചെയ്ത് ചെന്നാൽ ഒരു അനുഗ്രഹം. അത് സ്കൂളിനും ആ കൂട്ടുകാർക്കും ആ അധ്യാപകർക്കൊക്കെ അനുഗ്രഹമായി തീരും. മക്കൾ എവിടെ ആയിരിക്കുമ്പോഴും അത് വലിയൊരു ബലവും ആരോഗ്യവും തന്നെയാണ്. വചന ധ്യാനവും പ്രാർത്ഥനയിലൂടെ നമുക്ക് മുഖപ്രസാദം ഉണ്ടാകുന്നു. യേശുപ്പച്ചൻ്റെ അരുളപ്പാട് നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല യേശുപ്പച്ചൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മുടെ ശരീരത്തിനും ആത്മീയ ജീവിതത്തിനൊക്കെ ആരോഗ്യവും ബലവും സംതൃപ്തിയും സന്തോഷവും ക്ഷമയും നല്ല ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ത്യജയം എല്ലാം അതിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും അതിന് അനുഗ്രഹം ഉണ്ടാകുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം വലിയ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മെ അശുദ്ധിയെല്ലാം നീക്കി ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. ദൈവവചനം പറയുന്ന ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവവചനം ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത് കഴുകനെ പോലെ നമ്മൾ പുതിയ വരാനും കഴുകനെ പോലെ ഉയർന്ന് പറക്കാനൊക്കെയുള്ള അതുപോലെയുള്ള ഒരു ആത്മീയ കൃപ നമുക്ക് സംജാതമായി തീരുന്നു. ഹായ്, നമുക്ക് അനുദിനം ഇതുപോലെ എക്സസൈസ്, ഇത് ആത്മീയ തലത്തിലുള്ള എക്സസൈസ് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം? അതിരാവിലെ എഴുന്നേറ്റ് സ്വന്തമായിട്ട് 5 വാക്യമോ 10 വാക്യമോ വായിച്ച് ധ്യാനിച്ച് വീണ്ടും അത് വായിച്ച് ധ്യാനിച്ച് യേശുപ്പച്ചൻ്റെ സന്നിധി പ്രാർത്ഥിച്ച് നന്ദി കരയറ്റി യേശുപ്പച്ചന് വേണ്ടി മുമ്പോട്ട് പോകണം കേട്ടോ. ഇന്നത്തെ വാക്യം സദൃശവാക്യം 4:20, 21, 22. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. കണ്ണിനു കാഴ്ച വചനം, ഹൃദയത്തിനാശ്വാസം വചനം, പാതയ്ക്കു ദീപം വചനം, രാവിലും പകലിലും വചനം, പാതയ്ക്കു ദീപം വചനം, രാവിലും പകലിലും വചനം. വചനത്താൽ ഉളവാക്കി സകലത്തെയും, കാൺമതും കാണാത്തതുമായ എല്ലാറ്റിയും, ജീവന്റെ വചനം കർത്താവിനെ നമുക്ക് താതനു സ്തുതി പാടാം. ജീവ
ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വചനം, കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വചനം. ദൈവമഹത്വം എന്നും ഓർത്തിടാം, തിരുപ്രസാദം അറിഞ്ഞു മുന്നേറിടാം. ദൈവമഹത്വം എന്നും ഓർത്തിടാം, തിരുപ്രസാദം അറിഞ്ഞു മുന്നേറിടാം. കണ്ണിനു കാഴ്ച വചനം, ഹൃദയത്തിനാശ്വാസം വചനം, പാതയ്ക്കും വചനം, രാവിലെ